പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു ഷോർട്ട് കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഓവൻ ഇല്ലാതെ പിസ്സ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ കുക്കിംഗ് വീഡിയോ ചെയ്യാനായിട്ട് ഇന്ന് എൻ്റെ കൂടെ ആരാ ഉള്ളത്? പേര് പറഞ്ഞേ? മേഘന. ഞങ്ങൾ മേഘ എന്ന് വിളിക്കും. മേഘ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. മേഘ നല്ലൊരു കുക്കിംഗ് കൂടി കേട്ടോ. മേഘ പല സാധനങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മേഘ കുക്ക് ചെയ്തേക്കണേ? റാസ്ബെറി വൈറ്റ് ചോക്ലേറ്റ് മഫിന്, ആൽഫ്രെഡോ പാസ്ത, ഹോട്ട് ഡോഗ്, പിന്നെ വേറെ അല്ലാതെ പാസ്ത ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ മേഘ കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിതെല്ലാം കഴിച്ച എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും നല്ല ധൈര്യപൂർവ്വം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതായത് നമ്മളിന്ന് പിസ്സ ഓവനില്ലാതെ എങ്ങനെ വീട്ടിൽ കുക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം കാണാം. അപ്പോൾ ഇത് നമുക്ക് പിസ്സ ബേസ് ആണ്. കാരണം നമ്മൾ ഇത് പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞാൽ പിസ്സ ബേസ് ഉണ്ടാക്കാനായിട്ട് ഇത് കുഴച്ച് വെച്ച് പിന്നെ ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ച് ഒരു 3-4 മണിക്കൂർ എടുക്കും. പക്ഷേ നമുക്ക് അതിനുള്ളൊരു സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ പിസ്സ ബേസ് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ മേഘ ഇതെന്താന്ന് പറയാ? ഇതാണെങ്കിൽ മോട്ട്സറല്ല ചീസ്, ഇത് പൈനാപ്പിള് ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇത് കോൺ ഈ യൂസ് ചെയ്യുന്ന ഫ്രോസൺ കോൺ ആണ്. ഇതാണെങ്കിൽ സലാമി, വേണമെങ്കിൽ പെപ്പറോണി യൂസ് ചെയ്യാം. ഇതാണെങ്കിൽ ഗ്രീൻ ഒലിവ് ആണ്, ചെറിയ കഷ്ണമാക്കി വെച്ചേക്കാം. സാധാരണ ബ്ലാക്ക് ഒലിവ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രീൻ ഒലിവ് ഉള്ളൂ, നമുക്കത് എടുക്കേണ്ടി വന്നു. ഇതാണെങ്കിൽ ഗ്രീൻ പെപ്പർ ആണ്. ഇതാണെങ്കിൽ നേരെയായിട്ടുള്ള സ്ട്രേറ്റ് ആയിട്ട് കട്ട് ചെയ്തത്. ഇതാണെങ്കിൽ പിസ്സ ചീസാണ്. ഇതാണെങ്കിൽ പാർമേസാൻ ചീസും മൊസറല്ല ചീസും ചെഡർ ചീസും ഉള്ള ഒരു മിക്സ് ആയിട്ടുള്ള ചീസാണ്. ഇത് 2 ചീസ് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. ഇതാണെങ്കിൽ റോസ്റ്റഡ് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഇതാണെങ്കിൽ ഓൾറെഡി ഫ്രൈഡ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മളൊരു സ്പൂണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കത് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതാണെങ്കിൽ പിസ്സ സോസ്. ഇതാണെങ്കിൽ പിസ്സേന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യും. പിസ്സ ബേസ് ആയിട്ട് ഇടാനായിട്ടുള്ള പിസ്സ സോസ്. ഇതാണെങ്കിൽ ബാർബിക്യൂ സോസ് ആണ്. ഇത് ഓപ്ഷണൽ ആണ്. ഇത് ബാർബിക്യൂ പിസ്സ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അത് ഓപ്ഷണൽ ആണ്. നമുക്ക് ബാർബിക്യൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് ബാർബിക്യൂ സോസ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഏത് സോസാണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് പിസ്സ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമുക്കിത് ഇനി പിസ്സ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ മേഘ പിസ്സ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ്. മേഘ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം പിസ്സ സോസ് എടുത്തിട്ട് നമ്മളാണെങ്കിൽ ചെറിയ ഇത് നമ്മൾ പുതിയ പിസ്സ സോസ് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ പുതിയ പിസ്സ സോസ് മേടിച്ച കാരണമുണ്ട്. നമുക്കിത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. മേഘ തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ. ചെറിയ കൂടിപ്പോയാണെങ്കിൽ ടൊമാറ്റോന്റെ ഫ്ലേവർ ആയിട്ടായിരിക്കും. ഓക്കെ, കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കൂടാൻ പറ്റില്ല അല്ലേ? കുറച്ചേ കൂടാവുള്ളൂ, ആവശ്യത്തിന് എടുക്കാവുള്ളൂ അല്ലേ? ഓക്കെ. നമ്മൾ ഈ പിസ്സ ബേസ് മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പിസ്സ ഇതിൻ്റെ ഡോ ഉണ്ടാക്കാനാണ് ശരിക്കും ഇരുന്നത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് അതിന് നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊരു 3-4 മണിക്കൂർ എടുക്കും. പക്ഷേ നമ്മൾ പിസ്സ ബേസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും പിസ്സ ബേസ് നമ്മൾ തന്നെ ഡോ കുഴച്ച് നമ്മൾ തന്നെ അത് പുളിപ്പിച്ചെടുത്തിട്ട് മേഘ തന്നെ ഉണ്ടാക്കും. മേഘ ഇതിൻ്റെ കൂടെ തന്നെ അല്ലേ മേഘ? നമ്മൾ പിസ്സ ഉണ്ടാക്കും. മേഘയുടെ വേറെ 1-2 വെറൈറ്റി ഐറ്റംസ് കൂടെ നമുക്ക് വരാനുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിനി പയ്യെ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും മേഘയുടെ. അപ്പോൾ ഇത് മതിയോ? ഇതിന്റെ ആണെങ്കിൽ മൊത്തത്തിൽ എടുത്തില്ല. ഇതാണെങ്കിൽ ക്രസ്റ്റ് ഇച്ചിരി പൊങ്ങി വേണം. ഇനി വേണോ? മതിയോ? ഓക്കെ, നമ്മളിതിന്റെ ഫുള്ള് എടുക്കത്തില്ലെന്നാട്ടോ മേഘ പറയുന്നത്. സൈഡ് 3-4 പീസ് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മുടെ പിസ്സ ബേസ് റെഡി ആയി കഴിഞ്ഞു അല്ലേ? ഇനിയപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എന്നാ ഇടാൻ പോകുന്നത്? അടുത്തത് നമ്മൾ ചീസ് ഇടും. അടുത്ത ചീസ് ഇത് ഏത് ചീസാണ് ഇടുന്നത്? ഈ ചീസ് ആണെങ്കിൽ മൊസറല്ല ചീസാണ്. ആദ്യം ഇത് ഇട്ടിട്ട് അതിന്റെ മേളിൽ നമ്മൾ ഏകദേശം എത്രത്തോളം ഇത് കൂടുതലാണ് ഇടണേ? അല്ലല്ലോ,
ഇത് കൂടുതൽ ഇടണം അല്ലേ? കാരണം പിസ്സ ചീസ് കൂടുതൽ ഇട്ടാൽ അതാണെങ്കിൽ പിസ്സ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കുറേ ചീസ് ഇടണം, അപ്പൊ പിസ്സേന്റെ ലുക്കും കിട്ടും, പിന്നെ അതാണെങ്കിൽ രുചിയും കിട്ടും. അല്ലെങ്കിൽ ചീസ് എത്രത്തോളം കൂടുതൽ ഇടണം അത്രത്തോളം രുചി കിട്ടും അല്ലേ? ഇത് ചീസ് മൊസറല്ല ചീസ് അല്ലേ? ഇനിയിപ്പോ കുറച്ച് പിസ്സ ചീസ്. കുറച്ച് പിസ്സ. ഇത് അടുത്ത പിസ്സ ചീസ് ആണ് കേട്ടോ നമ്മൾ ഇടുന്നത്. ഇങ്ങനെ വേണ്ടേ? അടുത്തത് പൈനാപ്പിൾ ആണോ? അടുത്തത് സലാമി. നമുക്ക് സലാമി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പെപ്പറോണി ഉപയോഗിക്കാം കേട്ടോ. നമ്മളിപ്പോ ഇന്ന് ഉപയോഗിക്കുന്നത് സലാമിയാണ് ഉപയോഗിക്കുന്നത്. ഇതാണെങ്കിൽ എത്ര എടുത്തില്ല, കാരണം ഇതാണെങ്കിൽ മതി. അടുത്തത് പെപ്പർ ഇടാം. ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ലൈസിന് കൂടുതൽ കിട്ടും. ആവശ്യത്തിന് ഇട്ടാം. നമുക്ക് ക്യാപ്സിക്കം ആവശ്യത്തിന് ഇടാം അല്ലേ? പിസ്സേനാണെങ്കിൽ ശരിക്കും ഒരു ക്വാണ്ടിറ്റി ഇല്ല, അതാണെങ്കിൽ ടേസ്റ്റിന് അത്രയും വേണ്ടത് ഇട്ടാൽ മതി. അടുത്തത് പൈനാപ്പിൾ ആണോ കോണോ? കോണോ. പൈനാപ്പിൾ തീർന്ന് ഇനി ഒലിവ് ഇടാം. ഒലിവ് ആണെങ്കിൽ ഫ്ലേവർ എല്ലാം ബാലൻസ് ചെയ്യും, കാരണം ഈ പൈനാപ്പിൾ സ്വീറ്റ് ആക്കിക്കൊണ്ട് ഈ ഒലിവ് ആണെങ്കിൽ ഉപ്പൊക്കെ ഉള്ളത്, അതുകൊണ്ട് പിസ്സയാണെങ്കിൽ കഴിക്കുമ്പോൾ ബോറെടുക്കത്തില്ല. അടുത്തത് നമ്മള് ചിക്കൻ്റെ അല്ലേ? ഇതാണ് ലാസ്റ്റ് ഐറ്റം. ഇതാണ് നമുക്ക് ആവശ്യത്തിന് ഇടാമല്ലോ അല്ലേ? ഇഷ്ടം പോലെ ആവശ്യത്തിന് ഇടാം. ഇത്ര മതി. അപ്പൊ ഇതാണ് നമ്മുടെ പിസ്സ. ഓവനില്ലാത്ത പിസ്സ എങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ടെക്നിക്സ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഓവനില്ലാതെ പിസ്സ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും വലിയ പാത്രം വേണം അല്ലേ? ഇതുപോലത്തെ ഒരു വലിയ പാത്രം വേണം. പിന്നെ ഈ ഒരു സാധനം വേണം. ഈ ഒരു സാധനം നമ്മൾ ഉള്ളിൽ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളില് എയർ എല്ലായിടത്തും സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു മൂടിയുള്ള പാത്രമായിരിക്കണം. അതിനുശേഷം നമുക്കിത് ഇതുണ്ടോ പിസ്സ നമ്മളിത് ഇങ്ങനെ ഇറക്കി വെക്കുന്നു ഇതിനകത്തേക്ക്. അടുക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി പിസ്സേന്റെ മേളിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. അതാണെങ്കിൽ പിസ്സേനെ കുറച്ചും കൂടെ ഫ്ലേവർ കൊടുക്കാം. ഇനി 10 to 15 minutes ലിഡ് ഇട്ടിട്ട് കുക്ക് ചെയ്യുക. അപ്പൊ നമ്മള് പിസ്സ വെച്ചിട്ട് ഏകദേശം 10 to 15 minutes ആയിട്ടുണ്ട് അല്ലേ? 10 to 15 minutes ആയില്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം എങ്ങനെയായിട്ടുണ്ടെന്നുള്ള കാര്യം. അടിപൊളിയായിട്ടുണ്ട്. ചീസ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ചെയ്ത് പെപ്പറോണി, ക്യാപ്സിക്കം, അതുപോലെ തന്നെ ചിക്കൻ, കോണ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പിസ്സ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേപോലത്തെ ഒരു പിസ്സ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓവൻ ഇല്ലാതെ
പിസ്സ ഉണ്ടാക്കുന്നത്. നമുക്കിത് ഇനി ഇതെടുത്തതിന് ശേഷം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മേഘ ഒരെണ്ണം കഴിച്ചു നോക്കുവാണ് എങ്ങനെയുണ്ടെന്നുള്ള. മേഘ തന്നെ ഉണ്ടാക്കിയ മേഘ തന്നെ പിസ്സ. എങ്ങനെയുണ്ട് മേഘ? സൂപ്പറായിട്ടുണ്ടല്ലേ? അപ്പോൾ അതായത് നമ്മള് പിസ്സ ഷോപ്പിൽ കിട്ടുന്ന അതേ പിസ്സ നമ്മളിതേ വീട്ടിലുണ്ടാക്കി. അതും മേഘമോള് നല്ല അടിപൊളിയായിട്ട് പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേനും സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് മേഘനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇനി ഞങ്ങൾക്ക് അടുത്ത നമ്മൾ 2 കുക്കിംഗ് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ മേഘ? ഇനി ഞങ്ങൾ അടുത്ത 2 കുക്കിംഗ് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.